നമസ്കാരം. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷം നടക്കുകയാണ്. രാവിലെ സ്റ്റേഡിയത്തിൽ നടക്കാൻ വരുന്നവരുടെ ഒരു കൂട്ടായ്മ, അവരെല്ലാവരും ചേർന്ന് ഈ കൊച്ചിയുടെ നഗരത്തിരക്കുകൾക്കിടയിൽ ഓണം ആഘോഷിക്കുകയാണ്. ആ ആഘോഷ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പൊ ഇവരാരാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ അതിർത്തിയിലെ വീര ജവാന്മാരാണ്. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. എല്ലാരും നേരെ കൈ വെക്കാം. എന്നിട്ട് ഡീപ് ബ്രീത്ത് എടുക്കാം. അതായത് ദീർഘനിശ്വാസം. വെറുതെ കൈ നേരെ വെച്ചിട്ട് അങ്ങനെ എടുക്കും. ഇനി നിങ്ങളുടെ ഈ രണ്ട് കൈകൾ കൂട്ടി തലയിൽ വെക്കും. രണ്ട് കൈകൾ കൂട്ടി തലയിൽ വെക്കാം. കോർത്ത് വെക്കണം. കൈകൾ കോർത്ത് തലയിൽ വെക്കണം. മിണ്ടരുത്. മിണ്ടിയാൽ മിണ്ടുന്നവർ ഔട്ടാണ്. ഇനി എല്ലാവരും കണ്ണുകളും ഈ ലൈറ്റിലേക്ക് നോക്കാം. ഈ ലൈറ്റിലേക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡീപ് ബ്രീത്ത് എടുക്കാൻ. ദീർഘമായി നിശ്വസിച്ചോളൂ. ദീർഘമായി നിശ്വസിക്കുക. ഇനി നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞുകൊണ്ടിരിക്കും. ഈ ലൈറ്റിലേക്ക് നോക്കി നിങ്ങൾ ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയുന്നില്ല കാര്യം ഉറപ്പാണ്. പതുക്കെ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയും. പതുക്കെ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയും. എനിക്കിപ്പോ പറയുമ്പോൾ അടയാത്തവരെന്നോ എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ പതുക്കെ അടഞ്ഞുകൊണ്ട് വരിക. ഡീപ് ബ്രീത്ത് എടുത്തു. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ പതുക്കെ അടഞ്ഞു. അങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡീപ് ബ്രീത്ത് എടുത്തോളൂ. കണ്ണുകൾ അടയ്ക്കുന്നു. ഡീപ് ബ്രീത്ത് എടുക്കുക. കണ്ണുകൾ അടയ്ക്കുന്നു. ഇനി നിങ്ങളൊന്ന് ഈ കണ്ണുകൾ അടച്ചവര് ഡീപ് ബ്രീത്ത് എടുത്തവരും എനിക്ക് തോന്നുന്നത് ഏകദേശം സെറ്റായി കേട്ടോ. നിങ്ങളുടെ ഈ രണ്ട് കൈകളില്ലേ, അതൊന്ന് വിടിയിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ നോക്ക്. ഈ രണ്ട് കോർത്ത കൈകൾ ഒന്ന് വിടാൻ പറ്റുമോ നോക്ക്. വിടാൻ പറ്റുമോ നോക്ക്. വിടാൻ പറ്റുന്നവർക്ക് പോയിരിക്കാം. പോയിരുന്നോ? പോയിരുന്നോ? ഇരുന്നു. വിടാൻ പറ്റാത്തവര് ഷിജു ഒന്ന് നോക്കിക്കേ. ട്രൈ ചെയ്ത്. ഷിജു സ്റ്റക്കായോ? എന്നെ പഠിച്ചോന്നെ. ഷിജു കൈകൾ വിടിക്കാൻ നോക്ക്. ശ്രമിച്ചു നോക്ക്. പറ്റുന്നുണ്ടോ നോക്ക് ഷിജു. ഇല്ല. ഒരു ചെയറിൽ വേണം കുറച്ച് അതിന്റെ പേര് ഇവര് തന്നെ ഒന്ന് ഇരുത്തണം ചെയറില്. അയ്യോ ഇവരൊക്കെ റെഡിയായി. ഇരിക്കാം. ചെയർ വന്നു. കൈകൾ പിടിക്കാൻ പറ്റാത്തവർ അങ്ങനെ നിങ്ങൾ ചെയർ കൊണ്ടുവരാൻ പോവാണ്. എന്റെ അമ്മോ ആദ്യം സെറ്റ് ചെയ്തോ. അപ്പൊ കൈകളൊക്കെ ഇങ്ങനെ കോർത്ത് ഇവരിങ്ങനെ ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ലോകത്ത് നിന്ന് പോയിട്ടവര് ഈ ലോകത്തില്ലവര് ഇവര് വേറെ ലോകത്താണ്. ഇവരേത് ലോകത്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവരിപ്പോ ശരിക്കും ഞാനൊന്ന് കൈകൾ ഒന്ന് താഴ്ത്തി നോക്കട്ടെ.
കണ്ണടച്ചെന്ന് ഇരിക്കുകയാണ് ഇവര്. കൈകൾ താഴ്ത്തി വെക്കും, കൈകൾ താഴ്ത്തി വെക്കും. ഓക്കെ, ഈ പുള്ളി സെറ്റായിട്ടാ. ഓക്കെ, താഴ്ത്തി വെച്ചു, കൈകൾ താഴ്ത്തി വെക്കൂ. എൻ്റെ അമ്മേ, കൈകൾ താഴ്ത്തി വെക്കൂ. ഷിജു ഒക്കെ ഇത്ര പെട്ടെന്ന് മയങ്ങുന്നു ഞാൻ അറിയില്ല. കൈകൾ താഴ്ത്തി വെക്കൂ. ആ, കൈകൾ താഴ്ത്തി വെക്കൂ. അയ്യോ കൈകൾ താഴ്ത്തി വെക്കൂ, കൈകൾ താഴ്ത്തി വെക്കൂ. ആ സ്വർണ്ണമുദ്ര ഊരിയ തതിക്കോളൂ. അപ്പൊ എല്ലാവരും ഇതേപോലെ സെറ്റായി കഴിഞ്ഞിട്ടാ. ഇപ്പൊ ഇവരാരാണെന്ന് അറിയാവോ? ഇവര് ഈ ഇരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇവര് ഇന്ത്യ അതിർത്തി കാക്കുന്ന, ഇന്ത്യയിലെ അതിർത്തിയിലെ വീര ജവാന്മാരാണ്. പാകിസ്ഥാൻ യുദ്ധം വരികയാണ്. അപ്പൊ ഇവര് ഭടന്മാരാണ് ഇവരൊക്കെ. ഇവര് ഇന്ത്യയെ കാക്കുന്ന അതിർത്തിയിലെ വീര ജവാന്മാർ. ഈ ഇരിക്കുന്ന പാകിസ്ഥാൻ യുദ്ധം വരുന്നു. ഇവരിപ്പോ ദീർഘ നിദ്രയിൽ ഇങ്ങനെ ദീർഘനിശ്വാസത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇവര് ആരാണെന്ന് അറിയാവോ? ഇവര് അതിർത്തിയിലെ വീര ജവാന്മാരൊന്നുമല്ല. ഇവര് ശരിക്കും കൊച്ചു കുട്ടികളാണ്. നേഴ്സറി പഠിക്കുന്ന കൊച്ചു കുട്ടികൾ. പറഞ്ഞു ഇന്റർവെല്ലാണ്, എല്ലാരും പൊയ്ക്കോ, പോയി ബാത്റൂമിൽ പോയിക്കോ, പാല് കുടിച്ചു എന്നൊക്കെ ഇവരോട് പറയാണ്. പക്ഷെ ഇവരോട് പറയുന്നത് ഇവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. മക്കളെ, നിങ്ങൾ എല്ലാവരും ബാത്റൂമിൽ പോയിക്കോ, ഇന്റർവെല്ലായി. അപ്പോ ഇവര് ദീർഘനിശ്വാസത്തിലാണ് കേട്ടോ. ഇപ്പം ഇവര് നല്ല മയക്കത്തിലാണ്. ഇവർക്ക് അറിഞ്ഞൂടെ ഇവരെന്തൊക്കെ ചെയ്തു എന്ന് ഇവർക്ക് ഒന്നും അറിയില്ലെന്ന് എനിക്കല്ല ഉറപ്പാ. ഇവരങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവരാരാണെന്ന് അറിയാവോ? ഇവര് ചില്ലറക്കാരൊന്നുമല്ല. ഇവര് ഭാര്യമാരൊന്നും അറിയാതെ ഇവർ ടൂറിന് പോയിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. അവിടെയാണെങ്കിൽ ഭയങ്കര ക്ലബ്ബാ, അടിച്ചുപൊളി ക്ലബ്ബാ. അവിടെ സിൽക്ക് സ്മിത, പഴയ മരിച്ചുപോയ നമ്മുടെ സിൽക്ക് സ്മിത ഒക്കെ ഉണ്ട്, ജയമാലിനി, ജ്യോതിലക്ഷ്മി, പിന്നെ പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, സിനിമ ചേച്ചി. ഭയങ്കര ഡാൻസ് കാണാൻ ഭാര്യമാരറിയാതെ അങ്ങനെ പോയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഭയങ്കര ഗംഭീര ഡാൻസ് നടക്കാണ്. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡുള്ള ഡാൻസ് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. മരിച്ചാലും അവർ മരിച്ചു പോയാലും അത് ഇവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ? നമുക്ക് കാണണ്ടേ? ക്ലബിലാണ് നിങ്ങൾ.
സ്ലീപ്. അയ്യോ, ഇപ്പൊ ഇവരാരാന്നറിയാവോ? ഇവര് ഇതുപോലെ നിദ്രയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവര് കുറച്ച് ട്രാജഡിയാണ്. അതായത് ഇവര് ഓമരിച്ച് വളർത്തുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, തൊട്ടടുത്ത വീട്ടിലെ കുട്ടി, ടിൻറ്റുമോള്. പെട്ടെന്ന് ടിൻറ്റുമോൾ ഇവരെ വിട്ടങ്ങ് പോയി. പക്ഷെ ഇവരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ആ ഡെഡ് ബോഡി ഇപ്പൊ കൊണ്ടുവരുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ എന്താണ് സംഭവിക്കാൻ പോണെന്ന്. എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. എന്തായാലും ആ ഡെഡ് ബോഡി ഇപ്പം അടുക്കും. ഇവിടെ എന്ത് സീനാ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ആ ഡെഡ് ബോഡി ഇവിടെ വരാൻ പോവാണ്. ടിൻറ്റുമോളുടെ ഡെഡ് ബോഡി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് കിടത്തിട്ടോ. എനിക്ക് വയ്യ, ആലോചിക്കാൻ വയ്യ. ഓപ്പൺ യുവർ ഐസ്. ടിൻറ്റുമോൾ വന്നിട്ടുണ്ട്. ക്രോസ് ചെയ്യല്ലേ? മെന്റലിസം പ്രോഗ്രാം. മെന്റലിസം പ്ലസ് മാജിക്. അബ്നോർമൽ മൈൻഡാണ് എല്ലാവരും. ഏതായാലും ഇവരിതുപോലെ സുഖനിദ്രയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെന്റലി ഇവർ ഭയങ്കര വീക്കാവും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യമാര് എന്നിട്ട് കൊല്ലും. അത് കാരണം നമുക്ക് ഇവരെ തിരിച്ചെടുക്കാം. നമുക്ക് ഓരോരുത്തരെ പതുക്കെ വിളിക്കാം. എനിക്ക് പേടിയുണ്ട്. ആദ്യം നമുക്ക് മമ്മൂനെ നോക്കാം. പേടിയായിട്ടുണ്ട്. ഹലോ, ഓപ്പൺ യുവർ ഐസ് പ്ലീസ്. ഹലോ മമ്മു. ഹലോ എന്താണ്? ബിപിൻ ഭായ്, ഓപ്പൺ യുവർ ഐസ്. ഹലോ ഇത് എവിടാണ്? സ്റ്റേജിലാണിത്. ഹലോ ഓപ്പൺ യുവർ ഐസ്. ആലീസിന്റെ ആംഗ്ലേ കിട്ടാ. ഹലോ ഓപ്പൺ യുവർ ഐസ്. ഹലോ, എന്റെ അമ്മ ഇങ്ങനെ ഇത്ര പെട്ടെന്നാവുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഹലോ നിയസ് ഭായ്. ഹലോ, ഞാൻ എവിടെയാണെന്നോ? ഇത് നോക്ക്, ആരൊക്കെ ഇരിക്കുന്ന മുമ്പിൽ നിന്ന്. ഷൈൻ ഭായ്. ഹലോ ഓപ്പൺ യുവർ ഐസ്. എനിക്കിരിക്കും. എന്തൊക്കെ ഇവിടെ സംഭവിച്ചെന്നോ? കണ്ണൊക്കെ ചുമന്നല്ലോ. ബെന്നിച്ചേട്ടന്റെ വീട്ടിൽ പോകണ്ട. ബെന്നിച്ചേട്ടാ, നിങ്ങളിനി വീട്ടിൽ പോകണ്ട. നിങ്ങളുടെ കാര്യം അടിച്ചുപൊളി പാട്ടിട്ടോ, ഇവരെന്നെ പോട്ടെ.